മച്ചാന്മാരെ, നമ്മൾ ചെറുമീൻ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് പുഴയിലെ ഒരു വളവുള്ള ഭാഗത്താണ്. വളവ് മാത്രമല്ല, നല്ലൊരു ആഴം കൂടിയ ഭാഗം കൂടിയാണിത്. ഇത്തരം സ്ഥലങ്ങളിൽ വമ്പൻ ചെറുമീനുകൾ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട്. അവരെ പിടിക്കാനായിട്ട് ഇതുപോലുള്ള പോച്ചകളുടെ സമീപത്ത് നമ്മൾ ഫ്രോഗിട്ട് വലിച്ചാൽ മതി. ജംപ് ഫ്രോഗുകളാണ് ഇത്തരം സ്പോട്ടുകളിൽ ചെറുമീൻ പിടിക്കാൻ ഏറ്റവും അഭികാമ്യം. മച്ചാന്മാരെ, നമ്മൾ സാധാരണയായിട്ട് പുഴയിൽ ചെറുമീനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തായ് ജംപ് ഫ്രോഗാണിത്. ഇത് എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു തവള ചാടി വരുമ്പോൾ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിഴൽ കണ്ടാൽ മതി ചെറുമീനുകൾ പറന്നൊന്നും അടിക്കും. ഇതിൽ നമുക്ക് പുഴയിൽ നിന്ന് വമ്പൻ ചെറുമീനുകളൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ തായ് ജംപ് ഫ്രോഗിൽ തന്നെയാണ്. മച്ചന്മാരെ, നമ്മൾ രാവിലെ തന്നെ പുഴയിൽ വേട്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, ചെറുമീൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കറക്റ്റായിട്ട് പുഴയിലേക്ക് കുറച്ച് പോച്ചയൊക്കെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള പോച്ചകളുടെ അടിയിൽ ചെറുമീൻ, വരാൽ, വാഹ പോലുള്ള മീനുകൾ പതുങ്ങി നിൽക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മുടെ ഫ്രോഗ് ആ ചെരിഞ്ഞ് നിൽക്കുന്ന ചെടികളുടെ സൈഡിലൂടെ തന്നെ വലിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്നായിരിക്കും ചെറുമീൻ ഇറങ്ങി വരിക. അതുകൊണ്ട് നമ്മൾ ഓരോ ഏറും വളരെ കെയർഫുള്ളായിരിക്കണം. ആദ്യത്തെ ഏറിൽ തന്നെ അടി കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഫസ്റ്റ് കാശിൽ തന്നെ നല്ല സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലാ സമയത്തും നമുക്കതുപോലെ സ്ട്രൈക്ക് കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ അവിടെ നിന്ന് ചാർജായി വരാനായിട്ട് 10-20 കാസ്റ്റൊക്കെ ഒരേ സ്പോട്ടിൽ തന്നെ ചെയ്യേണ്ടി വരും. മീൻ നല്ല വിശന്നിരിക്കുന്ന സമയമാണ്, തീറ്റ എടുക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അധികം എറിയേണ്ടതൊന്നും ആവശ്യം വരില്ല. ഒറ്റ ഏറി തന്നെ സെറ്റാണ് സംഭവം. പക്ഷെ നമ്മുടെ ഹുക്കപ്പിൻ്റെ ടൈമിങ് പാടില്ല. മീനടിച്ച് കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് ചെയ്തില്ലെങ്കിൽ മീൻ മിസ്സാവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. കറക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ മീൻ അടിക്കുന്ന ആ സെക്കൻഡ് തന്നെ നമ്മൾ ഹുക്കപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഒരു 1.5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഹുക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ അടിക്കുന്ന അതേ സമയത്ത് തന്നെ ഹുക്കപ്പ് ചെയ്താൽ അവൻ അത് ശരിക്കും പ്രോപ്പറായിട്ട് വയലാക്കിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് അവൻ അതുപോലെ തന്നെ തുപ്പിക്കളയാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഫ്രോഗ്. അപ്പോൾ നമ്മൾ ആ പോച്ചയുടെ അകത്തിരിക്കുന്ന ചെറുമീനെ അവിടെ നിന്ന് ചാടിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനിപ്പോൾ മിക്കവാറും നമ്മുടെ ഫ്രോഗ് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ഫ്രോഗിൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ടാവും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കൊരു മാരക സ്ട്രൈക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് സ്ഥിരം ചെറുമീൻ കയറാറുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്. അടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ സൈസ് ചെറുമീനായിരിക്കും ഇവിടുന്ന് അടിക്കുക. 1-2 കാസ്റ്റ് ചെയ്തിട്ട് മീൻ കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ സ്പോട്ട് പെട്ടെന്ന് മാറ്റരുത്. മാക്സിമം ഒരു 10-30 ഏറെങ്കിലും ഇതുപോലുള്ള സ്പോട്ടുകൾ എറിഞ്ഞ് നോക്കണം. ചിലപ്പോൾ 31ാമത്തെ ഏറിലായിരിക്കും നമുക്ക് സ്ട്രൈക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഒട്ടും നിരാശരാകരുത്. മീൻ അടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഫ്രോഗ് നിരീക്ഷിച്ച് വെള്ളത്തിനടിയിൽ പതുങ്ങി നിൽക്കുകയായിരിക്കും.